ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലാസ്റ്റിക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഇലാസ്റ്റിക് നൈറ്റിയിൽ 3 ഇഞ്ചാണ് നെക്ക് വീതി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഇലാസ്റ്റിക്കിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ടോട്ടലായിട്ട് 6 ഇഞ്ച്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ വീതി മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ വീതിയും ഞാൻ 3 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. ടോട്ടലാക്കുമ്പോൾ 6 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ ഞാനിപ്പോൾ ഇലാസ്റ്റിക് 12 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതിൽ വീതി കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ചിലവരെ 2.5 ഇഞ്ചൊക്കെ ആയിരിക്കും നെക്ക് വീതി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം ഷോൾഡർ ഗ്യാപ്പ് നിങ്ങൾക്ക് എന്തോരമാണോ ഇഷ്ടം അത് വെക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതേപോലത്തെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയിൽ ഈ ഇലാസ്റ്റിക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യമേ ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് 1.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 1.5 ഇഞ്ചാണ് ഇലാസ്റ്റിക് വെക്കുവാൻ വേണ്ടിയിട്ട് സീം അലവൻസ് ആഡ് ചെയ്തത്. അപ്പോൾ 1/4 ഇഞ്ച് ഇപ്പോൾ പോയി. അത് കഴിഞ്ഞിട്ടുള്ള 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇലാസ്റ്റിക് ഈ ഗ്യാപ്പിലൂടെ വളരെ സിമ്പിളായിട്ട് കയറുകയുള്ളൂ. 1 ഇഞ്ചിൽ അടിക്കുകയാണെങ്കിൽ ഇത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചായിരുന്നില്ലേ, ആ ലൈൻ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒരു സേഫ്റ്റി പിൻ ഇതുപോലെ ഉപയോഗിച്ചിട്ട് ഈ ഗ്യാപ്പിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ സേഫ്റ്റി പിന്ന് ഈ ഭാഗത്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ 2 അറ്റം തമ്മിലൊന്ന് അടിച്ചു വെക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഭാഗവും ഒന്ന് കറക്റ്റ് ആ ലെവലിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ചുരുക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചുരുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തുള്ള പീസും ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതുപോലെ ഈ 2 പീസും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചെടുത്തു. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഇവിടെയുള്ള ഈ പീസ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. 4 പീസ് ഇതിൽ 2 പീസ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ചിൽ ഇവിടെ അടിക്കാം. ഇനി ഒന്ന് പതിച്ചടിക്കാം. നല്ല വശത്തടിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ 2 ഭാഗവും നല്ല വശമാണ്. കാര്യം ഒരേ തുണി തന്നെയാണല്ലോ നമ്മളെടുത്തത്. അപ്പോൾ നിങ്ങൾ ഡിസൈനൊക്കെ ഉള്ള വർക്കൊക്കെ ഉള്ള തുണിയാണെങ്കിൽ അത് വേണം എടുക്കുവാനായിട്ട്. ഈ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ തുണിയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 പീസ് ഞാനിപ്പോൾ അടിച്ചെടുത്തു. നമുക്കിനി ഇത് ഈ നൈറ്റിയുടെ ഈ പീസിൽ ഫിക്സ് ചെയ്യാം. ആദ്യമേ നമുക്കിതിൻ്റെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ വേണം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മുടെ നെക്ക് വീതി ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് നെക്ക് വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും 3 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ തയ്ച്ച ആ തുണി എടുക്കുക. അപ്പോൾ തുണിയുടെ നല്ല വശമായിരിക്കണം ഇതുപോലെ ഫ്രണ്ടിൽ വെക്കേണ്ടത്. എന്നിട്ട് ഇതിവിടെ ഇതേപോലെ കറക്റ്റാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് ഈ അറ്റത്ത് വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 1/2 ഇഞ്ച് മാത്രമേ ഇതുപോലെ കയറ്റാവൂ. നമ്മൾ സീം എലമെൻറ്റ്സ് ടോട്ടൽ 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. താഴെ ഭാഗത്ത് 1 ഇഞ്ച്, ഈ ഭാഗത്തേക്കും 1/2 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ തുണിയും നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇതുപോലെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് 2ാമത്തെ പീസും ഇതുപോലെ തന്നെ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മുടെ നെക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലും നെക്ക് വീതി മാർക്ക് ചെയ്തിട്ട് അതും നമ്മൾ ആദ്യമേ ചെയ്തില്ലേ അതേപോലെ തന്നെ ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇതുപോലെ 2 ഭാഗത്തും ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ ഒന്ന് വെക്കുക. സെയിം ആയിട്ട് നമ്മൾ 2 ഭാഗത്തും 5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്ത് കറക്റ്റ് 5 ഇഞ്ച്. നമുക്ക് ഈ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് കൈക്കുഴി കുഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ചോക്കിന് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ ഭാഗത്തും ചെയ്തെടുക്കുക. സ്ലീവ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം തേരുവശമായതുകൊണ്ട് മടക്കിയെടുക്കുന്നില്ല.
നല്ല വശവും തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് ആദ്യമേ ഈ ഭാഗത്തുനിന്ന് താഴത്തേക്ക് അടിക്കാം. ഇനി നമുക്ക് അടിയിലേക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ സ്ലീവ് ഇതുപോലെ വെച്ചെടുത്തു. ഇതേപോലെ നമുക്ക് ഈ ഭാഗത്തെയും സ്ലീവ് വെക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂട്ടിയെടുക്കാം. താഴത്തേക്ക് വരുംതോറും നമുക്കിതിൻ്റെ വീതി ഇതുപോലെ ഒന്ന് കുറച്ചൊരു 1/2 ഇഞ്ചിന് ഇതുപോലെ അടിക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ കൂട്ടിയെടുത്തു. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഭാഗവും കൂട്ടിയെടുക്കാം. അപ്പോൾ 2 ഭാഗവും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം മടക്കിയടിക്കാം. ആദ്യമേ 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി നമുക്ക് അടിഭാഗം മടക്കി ഇതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അടിഭാഗം മടക്കി അടിച്ചു. നമ്മുടെ ഇലാസ്റ്റിക് നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. താങ്ക് യു.